ഇന്നലെ ഒരു രസകരമായ ഒരു കാര്യം സംഭവിച്ചായിരുന്നു. നമുക്കെല്ലാം അറിയാലോ, ഈ അക്ബറും ഷാനവാസും എപ്പോൾ കണ്ടാലും അപ്പം അടി പൊട്ടും. അവന്മാർക്ക് തമ്മിൽ തമ്മിൽ കണ്ടുകൂടാ. ചെറിയ വഴക്കൊന്നുമല്ല, വമ്പൻ വഴക്കാണ് ഇവർ രണ്ടുപേരും കൂടെ. ഫിസിക്കൽ ഫൈറ്റ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള രണ്ടവന്മാരാണ് ഇവര്. ഇപ്പം എല്ലാവരും കണ്ട പോലെ ഇന്നലെ ഇവന്മാർ രണ്ടുപേരും ഒരടി ഉണ്ടായി. അടി എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ അടി. നല്ല വാക്ക് തർക്കമായി. എന്തിന്, ഫിസിക്കൽ ഫൈറ്റിലോട്ട് പോകേണ്ട വരെ അറ്റത്ത് വരെ ആയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് ഇവരെ രണ്ടുപേരും കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു. റൂമിൽ ചെന്നിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവനാണ് ഇങ്ങനെ പറഞ്ഞത്, അവനാണ് അങ്ങനെ പറഞ്ഞത്. അവിടെയും ഭയങ്കര അത്യാവശ്യം അടിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് ഇവിടെ എങ്ങും അല്ല. ട്വിസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കഴിക്കാൻ നേരത്തുണ്ടല്ലോ, രണ്ടുപേരും സൈഡിൽ മാറിയിരുന്ന് സംസാരിക്കുന്ന ഒരു വിഷ്വൽ നമ്മൾ കണ്ടായിരുന്നു. ഉണ്ടല്ലോ, നമ്മുടെ ഷാനവാസ് അവൻ്റെ ലൈഫിൽ സംഭവിച്ച കുറേ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് കരയുമായിരുന്നു. അത് കേട്ട് നമ്മൾ അക്ബറിനും വിഷമം വന്ന് അക്ബറും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത്യാവശ്യം സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയായിരുന്നത്. പക്ഷേ നമ്മൾ അവർ രണ്ടുപേരും ഒരു ബോണ്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ഇന്നത്തെ ഒരു വിഷ്വൽ കണ്ടവർക്ക് മനസ്സിലാവും. കാരണം എന്തൊരു സാറ്റിസ്ഫാക്ഷൻ എന്നറിയാം ആ ഒരു രണ്ട് ശത്രുത ഉള്ളവരിങ്ങനെ സംസാരിക്കുന്ന കാണാൻ. വെച്ചാണ് ശരിക്കും അക്ബർ ഷാനവാസിനെ പറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ. അവിടെ വെച്ചാൽ ശരിക്കും പരിചയപ്പെട്ടതെന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്കൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഇല്ലാണ്ട് അവർ ശുദ്ധമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണ്. നമ്മൾ എന്തിനാണ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് നമ്മൾ ജീവിതകാലം ഫുള്ള് നടക്കുന്നത്? പറയാനുള്ളത് പറയുക, ചെയ്യാനുള്ളത് ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മൾ സന്തോഷത്തോടെ തന്നെ ജീവിക്കണം. ഇനി നിങ്ങൾക്കും ഉണ്ടോ ആരോടെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ്? അത് പോയി പറഞ്ഞ് തീർക്കുന്നേ. എന്തിനിങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുന്നേ? അത് നമ്മുടെയും അവരുടെയും ഹെൽത്തിനെ ബാധിക്കത്തേ ഉള്ളൂ. നമ്മൾ ഇതൊന്നും വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമേ ഇല്ല. അപ്പം നമുക്കിനി കണ്ടറിയാം അക്ബറും ഷാനവാസും എങ്ങനെ കളിക്കും, അവർക്ക് വീണ്ടും പേഴ്സണൽ ഗ്രഡ്ജൊക്കെ വരുമോ എന്നൊക്കെ. ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നത് നല്ലത്. കാരണം അല്ലെങ്കിൽ അവസാനം ഇവന്മാർ രണ്ടുപേരും ഫിസിക്കൽ ഫൈറ്റിലോട്ട് പോയിട്ട് രണ്ടുപേരും പുറത്താവത്തേ ഉള്ളൂ. ആർക്കാ നഷ്ടം? രണ്ടുപേർക്കും തന്നെ. ആർക്കിട്ട് ഇടി കൊണ്ടുവന്നൊന്നുമില്ല, രണ്ടുപേരും പുറത്താവും. ഗായ്സ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു വിഷ്വലൊക്കെ കണ്ടപ്പം? കമൻറ്റ് ബിലോ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.